ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു രസമില്ല. അപ്പം ഞാൻ വേഗം ഡിസൈൻ അങ്ങ് മാറ്റി. ഇതൊക്കെ നടക്കുന്നത് വെളുപ്പിന് 4:45. സ്പഞ്ച് തലേന്ന് രാത്രി ചെയ്തു വെച്ചുകൊണ്ട് അത്രയും പണിയൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വെളുപ്പിന് 4:45 എണീറ്റിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്രീം ആദ്യം സെറ്റ് ചെയ്തെടുത്തു. വെറ്റിയാനുള്ളതും ഞാൻ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലേവർ വന്നിട്ട് നട്ടി ബബിൾ ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാമും എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് വൈറ്റും ഡാർക്കും ചോക്ലേറ്റിന്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഫില്ലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും സെറ്റ് ചെയ്തു. കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു നട്ടി ബബിൾ കേക്ക് വേണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ നട്ടി ബബിൾ കേക്കിന് വരുന്ന ആ ഒരു ഒതന്റിക് ഡിസൈൻ മാറ്റി വെച്ചിട്ട് എന്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം. നമ്മുടെ കേക്ക് വന്നിട്ട് 1 kg ആണ്. മിൽക്ക് സിറപ്പാണ് ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ബൂസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫില്ലിങ്സിൽ ആഡ് ചെയ്തേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസും ബദാം സ്ലൈസ് ചെയ്തതും പിന്നെ ബൂസ്റ്റ്, കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഫ്ലേവേഴ്സ് എല്ലാം വരുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് കസ്റ്റമർ 1 kg ഓർഡർ ചെയ്താലും അത് ചെയ്തു വരുമ്പോൾ 1.5 kg വരെ ആവാറുണ്ട്. ഈ കേക്കിന്റെ വെയിറ്റ് നമ്മൾ ലാസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ക്രം കോട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞാൻ നേരെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. കേക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ 3 പൂവ് ഞാൻ എടുത്ത് മോളിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് എഴുതാനുള്ള റൈറ്റിംഗ്സ് വേണ്ടി. ഇനി ഇതിൽ എന്തൊക്കെ പണിയാന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ പൂവ് അവിടെ ഇരുന്നിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, പൂ എടുത്ത് മാറ്റിട്ട് നേരെ ആ റെഡ് കളർ അങ്ങ് സ്പ്രെഡ് ചെയ്തു. അപ്പൊ തന്നെ കേക്കിന് ജീവൻ വെച്ചു. പിന്നെ ഓൾറെഡി നല്ല ക്രീമും ഫില്ലിങ്സും എല്ലാം ഉള്ളതുകൊണ്ട് വലിയ ഭയങ്കരമായ ഡിസൈൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് നോസിലില്ലാതെ കുറച്ച് ഫ്ലവേഴ്സ് വരും. ലാസ്റ്റ് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് ആ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയാ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ ലാസ്റ്റ് ഒന്ന് വെയിറ്റ് കൂടെ നോക്കിയായിരുന്നു. 1 kg ആയിരുന്നു കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ചെയ്ത് വന്നപ്പോൾ 1.5 kg അടുത്തുണ്ട് കേട്ടോ. കുറെ ഐറ്റംസ് വരുന്നു. എസ്പെഷ്യലി ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഹാമ്പറൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്തിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.